റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് അല്ലെ, ലൈനൊക്കെ പൊട്ടിയിട്ട് ഇഷ്ടം പോലെ വരാറുണ്ട്. ആ സി ഇറ്റ്സ് എ ബോണ്ട് ബിറ്റ്വീൻ 2 പേഴ്സൺ. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ അടുത്തൊക്കെ വരുന്ന ചില ചെക്കന്മാരൊക്കെ ഒന്ന് പറയൂ, ഡോക്ടർ ഒരു കുഴപ്പമില്ലാന്ന്. എന്തെവിടെ കുഴപ്പമില്ലാന്ന് ഞാൻ റൂൾ ഔട്ട് ചെയ്യുമ്പോ ഈ ചങ്ങ ഇവനെക്കാട്ടും ഇഷ്ടപ്പെട്ടതായിരിക്കും ആ കുട്ടീനെ. കുട്ടി വേറെ ഒരുത്തന്റെ കൂടെ പോയിട്ടുണ്ടാവും. കാരണം എന്താ, സി എ 2 പേഴ്സൺ ഇഫ് ദർ ഇസ് നോ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദം, അവർ പൊട്ടിത്തെറിക്കും, അവർ പൊട്ടും, റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് വരും. അവിടെ ആരാണോ ആ പർട്ടിക്കുലർ പേഴ്സണിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാൾ മെന്റലി സഫക്കേറ്റഡ് ആവും. ഇത് നാട്ടിലുള്ള എല്ലാവരും എടുത്തു എടാ പോയടാ പോയടാ എന്ന് പറഞ്ഞ് നടക്കൂല ആരും. എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതേപോലെ തന്നെ സ്വന്തം ഇമോഷൻസ് ഒരാളും പുറത്ത് കാണിക്കില്ല. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. മനസ്സിലായോ? അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അവിടെ കഴിയുമ്പോ ഇങ്ങനെ തലോട് മുടി കിട്ടുന്നുണ്ടല്ലോ ഇവൻ, എന്നിട്ട് പറയൂ ഇവൻ എന്നിട്ട് കുറെ എണ്ണ വാരി തേക്കും. എന്തോ കാര്യം ഉണ്ടാവും. അവൻ എന്തുകൊണ്ടാ, അവനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ആരെയാ? ആ കുട്ടീനെ ഇഷ്ടപ്പെടുമ്പോ കുട്ടീനെ പാട്ടിന് പോയി, അപ്പൊ മുടിയും പോ. അതല്ലേ പറയാ, പെണ്ണു പോയപ്പോ മുടിയും പോയി എന്ന് പറയാറുണ്ട്. സി റിയാലിറ്റിയാണ്. ഞാൻ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ എത്രയോ റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് കറക്റ്റ് ചെയ്യാറുണ്ട്, ഫാമിലി ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ ഒരാളെ ഫേസ് ഇപ്പോ ഇയാളെ ക്യാരക്ടർ ഇയാളെക്കാട്ടിലും നല്ലോണം എനിക്ക് പറയാൻ പറ്റും. അത് നമുക്ക് പിന്നെ പറയാം.